ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്നപ്പോൾ ജർമ്മനിയിൽ വന്നിട്ട് ഫസ്റ്റ് ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു വെറുതെ ഇരിക്കില്ലേ, പോയി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടൊക്കെ വരാമെന്ന്. കാരണം നാളെ ഇവിടെ ഞായറാഴ്ചയാണ്, നാളെ നമുക്ക് ഒന്നും വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും തിന്നാൻ വേണമെങ്കിൽ ഇന്ന് പോയി പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാം. ഫസ്റ്റ് ദിവസം വന്നിട്ട് ആക്ച്വലി ഇന്നലെയാണ് ഫസ്റ്റ് ദിവസമായിരുന്നത്. ഇന്ന് ആക്ച്വലി രണ്ടാമത്തെ ദിവസമാണ്. പക്ഷേ ആക്ച്വലി ജർമ്മനിയിൽ എത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ദിവസം. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. പോയാലോ? അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല അടിപൊളി ക്ലൈമറ്റ്, മഴക്കാരുള്ള നല്ല അടിപൊളി ക്ലൈമറ്റ്. യൂറോപ്പിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഈ പ്രകൃതി കാണാൻ ഭയങ്കര ഭംഗിയാണ്. ചുറ്റും ചെടികളും ഒക്കെ പൂത്ത് നിൽക്കുക, അതിൽ കായകൾ ഉണ്ടായി നിൽക്കുക. ഇവിടെയൊക്കെ ബെറിക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈ വഴിയിൽ. ഇത് വെറും നടക്കണ വഴിയാണോ. ഈ സാധനം സൈഡിലെ ചെടികളിൽ ഇടയ്ക്ക് നമുക്ക് തിന്നാൻ പറ്റിയ കുറേ ഫ്രൂട്ട്സുകളുണ്ട്. നമ്മുടെ നാട്ടിൽ മുള്ളങ്കായ അങ്ങനത്തെ പരിപാടികളില്ലേ, അതൊക്കെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ആക്ച്വലി. അതായത് അങ്ങനത്തെ ഇവിടുത്തെ സാധനങ്ങൾ, നമ്മുടെ നാട്ടിൽ മുള്ളങ്കായ അല്ല, അങ്ങനെ കഴിക്കാൻ പറ്റിയ ഇവിടുത്തെ ലോക്കൽ ചെടികൾ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്ക് അതിന് വേണമെങ്കിൽ പൊട്ടിച്ച് കഴിക്കാം. പക്ഷേ നല്ലതാണ് പൊട്ടണോ നമുക്ക് ആദ്യം ഉറപ്പ് വരണം, അത് നമുക്ക് അറിയണം. ഇനി എന്തായാലും ഞാൻ ബസ് പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. നേരെ ബസ് വന്നാൽ കയറി നമുക്ക് അവിടുത്തെ മുകളിലേക്ക് പോകാം. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഷൂ. കൊള്ളാല്ലേ? കുറേ കാലമായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഷൂ വേണമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇതിന് ഭയങ്കര പൈസ ഇല്ല. 18 യൂറോ ഉള്ളൂ. ഇത് ഓഫറിനാണ്. വെറും 18 യൂറോ ഉള്ളൂ. ഓഫർ കഴിഞ്ഞിട്ട് ഇനി വെറും 18 യൂറോ വരുന്നുള്ളൂ. ഒന്ന് നോക്കിയിട്ട് എടുത്തു. 18 യൂറോനൊക്കെ ഇത് വൻപൻ ലാഭമാണ്. ഇനി പേ ചെയ്യണം, എൻ്റെ പൈസ കൊടുക്കണം. പോയി പൈസ കൊടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഡഷ്മാനിൽ കരുതി ഷൂ എടുത്തു. ഇതിൻ്റെ മുകളിൽ അവരെന്തോ ഒരു കോട്ടിങ്ങൊക്കെ ചെയ്തെന്ന്. എനിക്ക് എന്തൊരു കോട്ടിങ് എനിക്ക് മനസ്സിലായി. ഒരു 4 യൂറോ വാങ്ങിയുള്ളൂ. അതെന്താ പൊടി പിടിക്കില്ലെന്നോ മഴ കൊള്ളില്ലെന്ന് അങ്ങനെ എനിക്ക് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ഒരു മൈൻ ക്രാഫ്റ്റിൻ്റെ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. എനിക്കിതിനെ മൈൻ ക്രാഫ്റ്റ് എന്ന് പറയാറുള്ളൂ. അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇങ്ങനെ ബ്രിക്ക് പോലെ നമ്മൾ പണിതുണ്ടാക്കില്ല, ആ സംഭവം കാണിച്ചിട്ട് കേട്ടോ. കണ്ടോ, അതായത് ഇതൊക്കെ ഇങ്ങനെ ബ്രിക്ക് പോലെ നമുക്ക് പണിതുണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇത് കുഞ്ഞു കട്ടകളുണ്ടാവില്ലേ, അതിൽ നിന്ന് നമ്മളിത് പണിതുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അത് ജീപ്പ്, ലോറി, ഫയർഫോഴ്സ്, കിടിലൻ കാറുകളുണ്ട്. റോൾസ് റോയ്സ് ഉണ്ട് ഇവിടെ. റോൾസ് റോയ്സ്. ഇതാണ് കംപ്ലീറ്റ് സ്റ്റോർ. ഇത് മൊത്തം, ഈ കാണുന്ന സ്റ്റോർ മൊത്തം ഇതാണ്. അതായത് ഈ കാണുന്ന സാധനങ്ങൾ മാത്രമാണ് ഈ സ്റ്റോർ മൊത്തം. അങ്ങനെ അവസാനം മുകളിൽ കയറിയിട്ട് ഒന്നും വാങ്ങിയില്ല. ആകെ അവിടെ നിന്ന് വാങ്ങിയ ഷൂ മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം മുകളിൽ നോക്കി കിടന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് ലിറ്റുവനിൽ കിട്ടുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ് ഉള്ളത്. എല്ലാ ബ്രാൻഡുകളും സെയിമാണ്, ഒരു വ്യത്യാസമില്ല. എന്തായാലും ഇനി വല്ല തിന്നാൻ വാങ്ങണം. ഫ്രൂട്ട്സ് കുറച്ച് സാധനങ്ങൾ വാങ്ങി വയ്ക്കണം. എന്തായാലും ഇനി നമുക്ക് അതിന് വല്ല പരിപാടിക്ക് പോകാം. അതിൻ്റെ ഇടയിൽ വല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കയറി കാണാം. പോവാം. അവിടെ നടക്കണ്ട. ഇപ്പം നേരെ സൂപ്പർ മാർക്കറ്റിൽ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വെച്ചു. ഫ്രൂട്ട്സും കുറച്ച് സാധനങ്ങളും തിന്നാനുള്ളതൊക്കെ ഇന്ന് വാങ്ങി വയ്ക്കണം. നാളെ സൺഡേ കൊണ്ട് ഇപ്പോൾ വാങ്ങി വെച്ചില്ലെങ്കിൽ നാളെ പെട്ടുപോകും. നാളെ ഇവിടെ ഒന്നും തുറക്കില്ല. നാളെ ഹർത്താലാണ്. അത് ജർമ്മനിയിലെ ഹർത്താലാണ് സൺഡേ എന്ന് പറയുന്നത്. സൺഡേ ഇവിടെ ഒന്നും തുറക്കില്ല, കംപ്ലീറ്റ് അടവായിരിക്കും. അതുപോലെ തന്നെ സൈലൻ്റ് ഡേ ആണ്. അതായത് നമ്മൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, അനാവശ്യമായിട്ട് നോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല സൺഡേ ഇവിടെ. എന്തായാലും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങാം. ഒടുക്കത്തെ വെയിറ്റ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ക്യാബേജ് ഗംഭീര വെയിറ്റ്. അവിടെ തന്നെ വയ്ക്കാം. എൻ്റെ ഒടുക്കത്തെ വെയിറ്റ് ക്യാബേജ്. ഇവിടുത്തെ സാധനങ്ങളുടെ വില എന്നുണ്ടോ, എനിക്ക് തോന്നുന്നു ഞാൻ ലിത്വേനിയിൽ ഉണ്ടാവുന്നുണ്ട്. ലിത്വേനിയിലെ വില വെച്ച് കൊടുത്ത വില ആണ് ഭയങ്കര ഒക്കെ ആപ്പിൾ വില. അതായത് അവിടെ 1 യൂറോ ആപ്പിളിന് ഇവിടെ 2,29. ഭയങ്കര വില. അതായത് ജർമ്മനിയിൽ, അതായത് അത് രാജ്യം വ്യത്യാസമുണ്ട്, അവിടുത്തെ വരുമാനം വ്യത്യാസമുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമുക്ക് ലിത്വേനിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനത്തിൻ്റെ ഡബിൾ വരുമാനം കൂടി ഉണ്ടാക്കാം. അതായത് അവിടെ മണിക്കൂറിന് 6 സംതിങ് എന്താ കിട്ടുള്ളൂ ഞങ്ങൾക്കൊക്കെ. ഇവിടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 12 or 13 ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതിന് ചിലപ്പോൾ തെറ്റുണ്ടോ. എന്തായാലും 10 വേണ്ടുണ്ട്. അപ്പോൾ അവിടെ കിട്ടുന്ന സാധനങ്ങളുടെ വിലയും കൂടും. പക്ഷേ ഭയങ്കര വില. ചിക്കനൊക്കെ നോക്കിയപ്പോൾ അവിടെ കറക്റ്റ് ഡബിൾ വില. അതായത് 1 യൂറോൻ്റെ ചിക്കൻ ഇവിടെ 2 കിലോ, 1.5 യൂറോൻ്റെ 3 കിലോ. ലിത്വേനിയയിൽ പണിയെടുത്തിട്ട് ജർമ്മനിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, ജർമ്മനിയിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി നമ്മൾ ലിത്വേനിയയിൽ ജീവിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ലാഭം. അങ്ങനെ അവസാനം നമ്മൾ നോക്കി ഞാൻ തണ്ണിമത്തനിലെത്തി. ഇതിനാകുമ്പോൾ ഒരു കിലോന് 99 സെൻറ്റ് ഉള്ളൂ. അപ്പോൾ 3 കിലോന് 3 യൂറോ ഏകദേശം. ലാഭം, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് മുറിച്ച് തിന്നാം. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി ഇനി ബസ്സും പിടിച്ച് നേരെ റൂമിൽ പോകണം. അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങൾ വാങ്ങിയത് ബസ്സിൽ കയറാൻ ബസ് വന്നു. ഇനി നേരെ ബസ്സിൽ കയറണം. ബസ് ഇത് തന്നെയാണോ അല്ലേ? അങ്ങനെ നമ്മൾ ഫുള്ള് സാധനങ്ങൾ വാങ്ങി വരാറായിപ്പോൾ മഴ വരുന്നു, നല്ല മഴ വരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഗംഭീര മഴ പെയ്യുന്നു. ഒന്നുമില്ല, 10 മിനിറ്റ് പെയ്യും, ആ മഴ തീരും പോവും, അത്രേ ഉള്ളൂ. കാണുമ്പോൾ നല്ല മഴക്കാരൊക്കെ ഉണ്ട്. ബാക്കിൽ മേളയ്ക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടാ, നല്ല മഴക്കാരൊക്കെ ഉണ്ട്. പക്ഷെ മഴ അധികം പെയ്യൊന്നുമില്ല, 10 മിനിറ്റ് മാക്സിമം. നല്ല വെയിറ്റ് ഉണ്ട് സാധനങ്ങൾക്ക്. നല്ല വെയിറ്റ് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് സാധനങ്ങൾക്ക്. ഇതും പിടിച്ച് അവിടെ വരെ നടക്കണം. എന്തെങ്കിലും ആവട്ടെ, ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇനി കുറച്ച് ഞാൻ നടക്കാറിറങ്ങുന്ന പ്ലാനുണ്ട്. നടക്കാറിറങ്ങുകയാണെങ്കിൽ ഞാൻ അതും വീഡിയോയിലിടാം കേട്ടോ. എന്തായാലും ഇനി റൂമിൽ ചെല്ലട്ടെ, വയ്യണ്ടായി.
അങ്ങനെ സാധനങ്ങളൊക്കെ വീട്ടിൽ വെച്ച് ഞാൻ നടക്കാനിറങ്ങി എൻ്റെ മെയിൻ ലക്ഷ്യം എന്താ പറയുക, പുതിയ വാങ്ങിയ ഷൂ പരീക്ഷിക്കണം. ആണ് നമ്മുടെ പുതിയ ഷൂ കണ്ടോ, ഇതിട്ടിട്ടാണ് നടക്കാറുള്ളത്. സംഭവം കണ്ട് സംഭവം അടിപൊളിയായിട്ടില്ലേ. എന്തോ ഒരു ഫ്ലൈറ്റ് എന്തോ സാധനം പോകുന്നുണ്ട്, മേളിൽ കൂടെയാണോ അതിന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നില്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫ്ലൈറ്റാണോ ജെറ്റാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഹെലികോപ്റ്ററാണോ ഫ്ലൈറ്റാണോ ജെറ്റാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെ പോയിട്ടില്ല. എന്താല്ലേ, എത്ര വലുതായാലും ഈ ആമ്പിളേർ ഇങ്ങനെയാണ്, വെളിയിൽ കൂടെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അത് നോക്കി വെക്കും. ഇനി നിങ്ങളോട് പറയാവുന്ന കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ. പിന്നെ ജർമ്മനി ഒരു മാറ്റം എനിക്ക് തോന്നിയത്, ഡിഫറൻസ് ആയി തോന്നിയത്, ഇവിടെ വീടുകളുണ്ട്, ഇവിടെ കുഞ്ഞു വീടുകളുണ്ട്. അതായത് എങ്ങനെ പറയും, ഇപ്പോൾ ലിത്വാനിയയിൽ ഇങ്ങനെയല്ല, ലിത്വാനിയയിൽ കംപ്ലീറ്റ് ബിൽഡിങ്സ് ആയിരിക്കും, വീടുകളുണ്ട്, വില്ലേജ് സൈഡിലേക്ക് പോയ വീടുകളുണ്ട്. ഇവിടെ എനിക്ക് കുറച്ചും കൂടിയും എന്താ പറയുക, നല്ല നല്ല വീടുകളുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ആർക്കിടെക്ചറിൽ പണിത് വെച്ചിട്ടുള്ള നല്ല ഭംഗി. ഇപ്പോൾ ഞാൻ നടക്കുമ്പോൾ തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ ഈ ബിൽഡിങ് ഭയങ്കര ഹൈറ്റിലേക്ക് ബിൽഡിങ് വേണ്ടത് ആളുകൾ ജീവിക്കുന്നത് ഇവിടെ. ഇപ്പോൾ ഞാൻ വന്ന സ്ഥലത്ത് കുറവാണെന്ന് തോന്നുന്നു. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താ പറയുക, അവിടെ കുറച്ചും കൂടി ലൈഫുള്ള മാതിരി നമുക്ക് തോന്നും. അതാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ കൾച്ചർ കൂടുതലെന്ന് കേട്ടിട്ടില്ലേ, ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറാണ്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത്, ഇവിടെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ലൈഫുള്ള മാതിരി തോന്നി. ലിത്വാനിയയിൽ തീരെ ലൈഫില്ല, ഭയങ്കര ഡെഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ലിത്വാനിയ. എൻ്റെ ഫീൽ ആട്ടോ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടില്ലേ, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞാൽ ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഇവിടെ കാണുന്ന ആർക്കിടെക്ചറിനൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ പെരുമാറ്റം, ആളുകളുടെ പെരുമാറ്റം വെച്ച് നോക്കുമ്പോൾ ജർമ്മൻസ് അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർക്ക് ഭയങ്കര അപ്പം നല്ല പെരുമാറ്റം വരെ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ടല്ല, ഒരാൾ വന്നിട്ട് എന്നെ പുറത്ത് തട്ടി സപ്പോർട്ട് ചെയ്തിട്ട് പോയി. ഇവിടെ ഒരു സംഭവമുണ്ട്, വീഡിയോ എടുക്കുമ്പോൾ ഇതിൽ ആളുകൾ പെടാണ്ട് സൂക്ഷിക്കണം. ഇവിടെ ഡാറ്റ ഷൂട്ട്സ് എന്ന് പറയും, അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അനാവശ്യമായിട്ട്, അതായത് അനുവാദം കൂടാതെ വേറെ ആളുകളുടെ വീഡിയോ എടുക്കാൻ പാടില്ല ഇവിടെ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമുണ്ട്. നിയമാനുസൃതമായിട്ട്, അതായത് ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് അത് എതിരാണ്, നിയമത്തിനെതിരാണ് ഇവിടെ അങ്ങനെ ആളുകളെ വീഡിയോ എടുക്കുന്നത്. അവരെ അനുവാദത്തോടു കൂടി നമുക്ക് എടുക്കാം. ഇവിടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് അവരെ അനുവാദത്തോടു കൂടി ചോദിച്ച് ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചാൽ, അല്ലെങ്കിൽ വീഡിയോ എടുക്കട്ടെ ചോദിച്ചാൽ നമുക്ക് എടുക്കാം. അല്ലാണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല. ലിത്വാനിയയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല, ലിത്വാനിയയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല തോന്നുന്നു. പിന്നെ ഞാൻ ജർമ്മനിയിൽ വന്നപ്പോൾ, അതായത് ലിത്വാനിയയിൽ നിന്ന് ജർമ്മനി വന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിലൂടെ സംഭവമാണ് ഇത്, അതായത് സിഗരറ്റ് മെഷീൻസ്. ഇത് ലിത്വാനിയയിലില്ല, ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഒട്ടും ഞാൻ കണ്ടിട്ടില്ല അതെൻ്റെ ഓർമ്മ. പക്ഷേ ഈ ജർമ്മനിയിൽ ഇത് മുക്കിന് ഞാൻ കണ്ടിട്ടുണ്ട്. മുക്കിന് പറഞ്ഞാൽ എല്ലാവിടെയും ഒന്നും പറയുന്നില്ല, എന്നാലും അത്യാവശ്യം ഞാൻ ഈ സാധനം ഇവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഭയങ്കരമായിട്ട് ഇവിടെ ഉണ്ട്. കാരണം യൂറോപ്യൻസ് പൊതുവെ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് പോകുമാർക്ക്. യൂറോപ്യൻസ് ഭയങ്കര സ്മോക്കിംഗ് ആൾക്കാരാണ്. സ്മോക്കിംഗ് മാത്രമല്ല, ഡ്രിങ്കിങ്ങും ഭയങ്കര എന്ന് പറഞ്ഞാൽ ഇവിടെ സുലഭമായിട്ട് മദ്യം കിട്ടും. ബിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ കുടിക്കുന്ന സാധനമാണ് അവസ്ഥ. സിഗരറ്റും ഇവിടുത്തെ പിള്ളേർ വലിക്കുന്ന സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കൂടി ഉണ്ട്. തണുപ്പുള്ള രാജ്യങ്ങളല്ലേ, തണുപ്പുള്ള രാജ്യങ്ങളാകുമ്പോൾ ഇതിൻ്റെയൊക്കെ കൺസംഷൻ കൂടും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം കൂടും. നമ്മുടെ നാട്ടിൽ ഇത്രയും തണുപ്പൊന്നുമില്ല, എന്നാലും നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഉപയോഗം കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് സയൻറ്റിഫിക്കലി തെളിയിക്കേണ്ടിയിരിക്കുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ ഏതൊക്കെയോ വഴി കൂടെ നടന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട് പോലെ, നമ്മുടെ കേരളം പോലത്തെ സ്ഥലത്തെത്തി. നമ്മുടെ നാട്ടിലുള്ളൊരു ഏരിയ പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. ശരിക്കും നടന്നത് അവിടെ വലിയ പടങ്ങളുണ്ട്, അങ്ങോട്ട് പോയത് വലിയ പടങ്ങളുണ്ട്. ഞാൻ കാണിച്ചിട്ടാ, തൃശ്ശൂരുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ അവിടുത്തെ പാലക്കപ്പാടല്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഞാൻ അവിടെ കാണുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ രണ്ട് സൈഡിലും പാടാണ്, ഇവിടെ ഒരു സൈഡിലാണ് പാടം. കണ്ണത്താ ദൂരത്ത് പാടാണ് ഞങ്ങളുടെ പാലക്കപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മെയിൻ റൂട്ടിൽ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, നോക്കിയേ, ഇത് മൊത്തം പാടാണ്. ഇവിടെ എന്താ കൃഷി ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന മൊത്തം അങ്ങോട്ട് പാടാണ്. ആ കാണുന്ന പാടം, അവിടെ അറ്റത്ത് വീടുകളുണ്ട്, അവിടെ വീടുകളുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കും പാടാണ് കാണുന്നത്. ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇത് മൊത്തം പാടം. ഞാൻ പറഞ്ഞില്ലേ, പാലക്കപ്പാടം റോഡ് പോലെ കണ്ടോ, ഇവിടുന്ന് അങ്ങനെ റോഡ് അങ്ങനെ നേരെ പോകുന്നുണ്ട്. അവിടം വരെ പാടം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പാലക്കപ്പാടത്താണെങ്കിൽ രണ്ട് സൈഡിലും പാടാ. ഇവിടെ അങ്ങനെയില്ല, ഇവിടെ ഒരു സൈഡിലുള്ളൂ. ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ പാടം, അങ്ങനെ അറ്റം വരെ പാടാ. വന്നപ്പോൾ പക്ക ഒരു ഗ്രാമത്തിൽ പോയി ഫീൽ കിട്ടി. നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഷോട്ട് കാണിച്ചു തരാം. അവിടെ ബസ് പോകണുണ്ടോ, ക്ലിയർ ആണ്. ആ പാടത്തിൻ്റെ അടുത്ത റോഡിൽ കൂടെ ബസ് പോകണം, നല്ല ഭംഗി കാണാനായിട്ട്, നല്ല സിമ്പിളായിട്ടൊരു ബസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും അടിപൊളി ബസ് പോകുമ്പോൾ ഇത് ഗ്രാമമാണോ ഇത് സിറ്റി ആണോ നമുക്ക് മനസ്സിലാവോ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ട പാടം ആക്ച്വലി ഇത് ഗോതമ്പാടാട്ടോ. ഇത് കംപ്ലീറ്റ് ഗോതമ്പാണ് അങ്ങോട്ട് നിൽക്കുന്നത്. നല്ല രസമുണ്ടല്ല കാണാനായിട്ട്. ഇത് കംപ്ലീറ്റ് ഗോതമ്പോട്ടോ, എൻ്റെ ബാക്കിൽ മൊത്തം അങ്ങ് അറ്റം വരെ നിൽക്കുന്നത് ഗോതമ്പാണ്. സത്യം പറഞ്ഞൊരു കാര്യം പറയട്ടെ, ഞാനിത് പാടന്ന് മാത്രം പ്രതീക്ഷയാണ് നടന്നത്. പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് മൊത്തം കൃഷി ഏരിയയാണ്. അവിടെ ആ കാണുന്ന മരങ്ങളുണ്ട്, ഇത് കാണുന്ന മരങ്ങൾ അതൊക്കെ ചെറിയുടെ മരങ്ങൾ. അവിടെ എന്തോ സ്വീറ്റ് പൊട്ടാറ്റോ എന്തോ ഒരു സാധനം കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയാണ് ഇത്. ഉരുളക്കിഴങ്ങ് എങ്ങനെ മനസ്സിലായെന്നല്ലേ, എടുക്കണം ഉരുളക്കിഴങ്ങ് എടുക്കണം.
ഈ കാണുന്ന മരങ്ങൾ മൊത്തം പ്ലമ്മിൻ്റെ മരങ്ങളാണ്. ഇത് ഞാൻ കാണിച്ചാൽ ഇത് മിണ്ടായി നിൽക്കുന്നത്. ഇത് താഴെ വീണെടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടം പോലെ വീണെടുക്കണുണ്ടോ, ആർക്കും വേണ്ടാണ്ട് വീണ് പോയിരിക്കുക. ഇതൊക്കെ വല്ലവരുടെ പറമ്പിട്ട് നമുക്ക് കയറി പൊട്ടിക്കാനൊന്നും പറ്റില്ല. ഇതിൽ അവരെന്നെ എഴുതി വെച്ചിട്ടുണ്ട് കയറി പൊട്ടിക്കാൻ പോലെ. നോക്കി മരത്തിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് വീണെടുക്കുന്ന ഈ സാധനമാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അമ്മ അവിടെ ഒരു ഇത് കാണിച്ചുതരാം കേട്ടോ, ഒരു സംഭവം കാണിച്ചുതരാം. എന്തോരം ഇത് കായ്ച്ച് നിൽക്കുന്നുണ്ട് നോക്കി, ഇത്രയും കായ്ച്ച് നിൽക്കുന്നുണ്ട്. കൂട്ടമായിട്ട് കൊല പോലെയായിട്ട് ഇത് ഇവിടെ അങ്ങോട്ട് വരെ കായ്ച്ച് നിൽക്കുക. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. ഞാൻ ഒട്ടും വിചാരിക്കാണ്ട് നടക്കാൻ ഇറങ്ങിയിട്ട് ഇത് മൊത്തം കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ്. അതായത് യൂറോപ്പിൽ വന്നിട്ട് ഇത്രയും പ്ലാന്റിങ് ഏരിയ ആണ്, അതായത് കൃഷി കാര്യങ്ങളുള്ളത്. അവിടെ നിന്ന് നടന്നു തുടങ്ങിയത് എന്തോരം സ്ഥലം, ഇത് മൊത്തം കൃഷിയാണ്. എന്ത് രസം കണ്ടിരിക്കാൻ. സത്യം പറഞ്ഞാൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് വേറെ നാടാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സംസ്കാരം കാണിക്കണം. ഇവർ ഓൾറെഡി കൃഷിയാണ് നമുക്ക് മനസ്സിലായില്ല. നമ്മളപ്പോൾ അനാവശ്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ആപ്പിൾ ട്രീയുടെ പ്ലാന്റേഷൻ കാണിച്ചു തരാം. ആ കാണുന്ന മൊത്തം ആപ്പിൾ മരങ്ങളാണ്. ആ നിൽക്കുന്നതൊക്കെ ആപ്പിളാണ്. വലിയ പച്ചാപ്പിളാണ് തോന്നുന്നത്. ആ പച്ചാപ്പിൾ തന്നെയാണ്. അവർ ഏരിയ മൊത്തം കംപ്ലീറ്റ് ഏരിയ മൊത്തം ആപ്പിൾ ട്രീസാണ്. ഇത് ആപ്പിൾ പ്ലാന്റേഷനാണ്. ഇത് മൊത്തം അങ്ങോട്ട് ആപ്പിളിൻ്റെ കൃഷി. എനിക്കിത് എന്തത്ര എക്സൈറ്റ്മെൻ്റ് എന്ന് പറയും. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ. ഇവിടെ വന്നിട്ട് യൂറോപ്പിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ്. ഇത് കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷത. ഇത് ചെറിയുടെ മരമാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഈ നടക്കാൻ ഇറങ്ങിയതാണ് എനിക്ക് ഏറ്റവും മുതലായത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയും അടുത്ത വിശേഷങ്ങളായിട്ട് വരാട്ടാ. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.